ഹായ് മക്കളെ, അപ്പോൾ നാളെ മുതൽ നമ്മൾ റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് യൂട്യൂബിൽ. മക്കൾക്ക് വേണ്ടി പഠിക്കാത്ത ചാപ്റ്ററൊക്കെ മക്കൾക്ക് പഠിക്കാൻ പറ്റും അതിലൂടെ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് സാർ റിമൈൻഡർ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സാറ് പറയാൻ പോകുന്ന നമ്മളെ കോർ സബ്ജക്റ്റുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് സാറ് പറഞ്ഞുതരാം. അതായത് നമ്മൾ വെയിറ്റേജിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും എന്താണ് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാത്ത കുറേ പോർഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചില ചാപ്റ്ററുകളിൽ. അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ട് എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് തലയിൽ കയറാത്ത പോർഷൻസൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, നൈസായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലേ. അത് പോട്ടെ, അത് കുഴപ്പമില്ല, ചെറിയ പോർഷൻ അല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സാർ ഇനി പറയാൻ പോകുന്ന ഈ ചാപ്റ്ററുകളിൽ നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുള്ള ഏതെങ്കിലും പോർഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിതാ ഇപ്പോൾ അങ്ങോട്ട് ഒഴിവായിക്കൂടാ. സാറ് പറയാൻ പോകുന്ന ഈ ചാപ്റ്ററുകളിൽ ഒരു കാര്യവും മക്കൾ പഠിക്കാതിരിക്കരുത്. ഓക്കെ അല്ലേ? റെഡി? എല്ലാം പഠിച്ചിരിക്കണം, ഒന്നും മക്കൾക്ക് സ്കിപ്പ് ചെയ്യാനില്ല. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് സാറ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്കറിയാം RPF, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറും, രണ്ട് ചാപ്റ്ററുകളും ഓക്കെ. A to Z കാര്യങ്ങൾ ഒരു കാര്യവും സ്കിപ്പ് ചെയ്യേണ്ട. എന്തൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പഠിച്ചിട്ട് പോയിക്കോളാം. എത്ര മനസ്സിലാവാത്ത കാര്യമാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കി എടുത്തോളാം. സ്കിപ്പ് ചെയ്യാം എന്നുള്ള ഏതെങ്കിലും പോർഷൻ സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ള വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മനസ്സിൽ നിന്ന് മറന്നേക്കുക, പഠിച്ചോളുക. ഓക്കെ? പിന്നെ മാത്രമേ നിങ്ങൾ എന്താണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആദ്യത്തെ ചാപ്റ്ററിന് നോക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് ഈ രണ്ട് ചാപ്റ്ററുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റെഡി? ഒരു കാര്യവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനും പാടില്ല. റെഡി അല്ലേ? ഓക്കെ. അങ്ങനെ CASൻ്റെ കേസിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെലേക്ക് വരുന്ന സമയത്ത് സ്പ്രെഡ്ഷീറ്റ്, നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റും അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് അല്ലെ GNU ഖാത്ത എന്ന് പറയുന്ന ഗ്രൂപ്പ് ഖാത്ത എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിലും ഒരു കാര്യവും നിങ്ങൾ ദയവായി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ PYQs ഒക്കെ നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്ന ചാപ്റ്ററുകളാണ്. ഓക്കെ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ AFSൻ്റെ കേസിലും ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഷെയർ ക്യാപിറ്റൽ, അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, ഒരുപാട് ജേണൽ എൻട്രികളും കാര്യങ്ങളൊക്കെ വരുന്ന പ്രോബ്ലമാണ്. ഒരുപാട് ടൈപ്പ് ലെയറായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. പഠിച്ചിരിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ? എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസും എന്താണ് റേഷ്യോ, അത് ഇതും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്ന നമ്മുടെ AFSലെ അഞ്ചാമത്തെ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എല്ലാം പഠിച്ചിരിക്കുക തന്നെ വേണം. ഓക്കെ? ഇനിയിപ്പോൾ സാറിത ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതാണ് മെയിൻ, ഇത് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെയല്ല. നിങ്ങൾ ഈ പഠിക്കുന്നതിൽ ഒരു കാര്യവും സ്കിപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് ഒന്ന് മാറ്റി വെക്കാം എന്നൊക്കെ തീരുമാനിച്ച ഏതെങ്കിലും പോർഷൻസ് ഈ ഒരു ചാപ്റ്ററുകളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് സാറ് പറയുന്നത്. ഓക്കെ? അത് വേണ്ടിയിട്ടാണ് സാർ ഈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇത് പഠിച്ച് പോകണം. A to Z കാര്യങ്ങൾ ഈ ചാപ്റ്ററിലൊക്കെ ഉള്ളത് നിങ്ങൾ പഠിക്കാതെ പോകാൻ പാടില്ല എക്സാമിന്. ഓക്കെ? പിന്നെ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് ഡയറക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു വെയിറ്റേജിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഓക്കെ, വെയിറ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. റെഡി? ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, പഠിച്ചോളാം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 9ാമത്തെ ചാപ്റ്റർ, അതും അതേപോലെ തന്നെയാണ്. കുറച്ചധികം കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് ഓരോ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മക്കൾ ശ്രമിക്കണം. നന്നായിട്ട് പഠിച്ചിരിക്കണം. സെറ്റ്. പിന്നെ സ്റ്റാഫിങ് ഒരു കുഞ്ഞി ചാപ്റ്ററാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റാഫിങ്ങിലും നന്നായിട്ട് വെയിറ്റേജ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സാർ ഒരു ഓർമ്മ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റാഫിങ്ങിൽ നിന്നും കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റാഫിങ്ങിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററും കുറേ കാര്യങ്ങളുള്ള ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ? ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ? പിന്നെ എക്കണോമിക്സിൻ്റെ കേസിലേക്ക് വരുന്ന അറിയാലോ, മൈക്രോ മേക്രോ രണ്ടുണ്ട്. മൈക്രോയിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ ഓക്കെ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇന്നാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വെയിറ്റേജ് നോക്കിയാൽ മതി. വെയിറ്റേജിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക എന്നാണ് സാറിന് തോന്നുന്നത്. സാറൊന്ന് പറഞ്ഞത് ഓർമ്മ വെച്ചിട്ട്
പക്ഷേ എന്താണ് ഇനിയിപ്പോൾ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററുകളാണെങ്കിലും എന്താണ് ഈ 2 ചാപ്റ്ററുകളും മക്കൾ ഒരു കാര്യം സ്കിപ്പ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ദെൻ മാക്രോൻ്റെ കേസിലേക്ക് നാഷണൽ ഇൻകവും അതുപോലെ തന്നെ ഇൻകം ഡിറ്റർമിനേഷനുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളാണ്. ഓക്കെ, നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകേണ്ട ചാപ്റ്ററാണ്. ഓക്കെ, റെഡി. പിന്നെ നമ്മുടെ ലാസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 4ാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പൊതുവേ കുറച്ച് ടഫാണ്. അതിൽ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും പൊതുവേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ 8ാമത്തെ DBMS ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കാണുന്ന ചാപ്റ്ററാണ്. പിന്നെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഓക്കെ, ഇതിൽ നിന്നും ഒരു കാര്യവും മക്കളെ ദയവേത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ചാപ്റ്ററുകൾ നിർബന്ധമായിട്ട് മക്കളെന്താ A to Z കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും പോർഷനിലൊക്കെ ഉണ്ടെങ്കിൽ മക്കളത് മനസ്സിലാക്കി പക്കയായിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. അതിനുള്ള ടൈമാണ്. സോ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററുകൾ സാർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ചാപ്റ്റർ തന്നെയാണിത്. എല്ലാം കുറേ കാര്യങ്ങൾ കൺസെപ്റ്റൊക്കെ വരുന്ന അങ്ങനത്തെ ചാപ്റ്ററുകളാണിത്. ഓരോ സബ്ജക്റ്റിലെയും സാർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലെ കൺസെപ്റ്റും കാര്യങ്ങളിലൊക്കെ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കൾ ഇനി ക്ലിയർ ചെയ്തിരിക്കണം. A to Z കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകാനും പാടില്ല. ഓക്കെ അല്ലേ? റെഡി? യെസ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക, സെറ്റാക്കുക. ബൈ.